ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 4th സ്റ്റാൻഡേർഡിലെ ഞാവൽക്കാട് എന്ന ചാപ്റ്ററിലെ ആസ്വാദനക്കുറിപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അറിഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചി അറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഈ കവിത എഴുതിയത് പി മധുസൂദനൻ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കവിതയുടെ പേര്, കവിയുടെ പേര്, ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സ്വന്തം അഭിപ്രായം, ഇഷ്ടപ്പെട്ട വരികൾ, നല്ല ഭാഷ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് എഴുതാം. നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം കവിതയ്ക്കൊരു ശീർഷകം നൽകണം, അതായത് കവിതയ്ക്കൊരു പേര് നൽകണം. ഒത്തിരി ഒത്തിരി ബാക്കി. ഒത്തിരി ഒത്തിരി ബാക്കി എന്ന കവിത എഴുതിയത് മഹാനായ കവി ശ്രീ പി മധുസൂദനൻ ആണ്. മനുഷ്യൻ്റെ വിചാരം തനിക്ക് ലോകത്തിലുള്ള എല്ലാം അറിയാമെന്നാണ്. പക്ഷേ മനുഷ്യനെ ഓരോ കാര്യങ്ങളും തിരിച്ചറിയുമ്പോഴാണ് ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നല്ല ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന കവിതയാണ്. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി കൂട്ടുന്നു. എത്ര കിളിയുടെ പാട്ടറിയാം. എനിക്ക് കിളികളുടെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് ഈ വരി ഇഷ്ടപ്പെടാൻ കാരണം. വളരെ എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന പാട്ടാണ്. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.